ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ വരട്ടിയതാണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ മട്ടൻ വരട്ടാമെന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മട്ടനെല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു 6 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് മട്ടൻ വരട്ടിയെടുക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുമാണ്. രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമ്മുടെ സവാളയൊന്നും കരിഞ്ഞു പോകാതെ മൂട്ടി പിടിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ആ മട്ടൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മട്ടൻ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പീസ് മാത്രം. അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം മട്ടൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളെല്ലാം ഈ മട്ടനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല കൂട്ടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ അടിയിൽ പിടിച്ച് നമ്മുടെ മട്ടൻ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൈ എടുക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ വരട്ടിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മട്ടനിൽ കൂടുതൽ ചേർത്തിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഇട്ട് വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മട്ടന്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ മട്ടൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.